ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് കഴിഞ്ഞ കുറച്ച് 3 വീഡിയോസ് ആയിട്ട് നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് പോരായ്മകളും അതുപോലെ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തൊക്കെ ചെയ്യണം എന്നായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. സോ കുറച്ച് അക്ഷര പിഴവുകളും അതുപോലെ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന പ്ലെയർ എവിടെ എന്നുള്ളതാണ്. സോ ഇഷാൻ പണ്ഡിതയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു റീസർച്ചിന് ബന്ധമായിട്ട് കിട്ടുക. ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ഇഷാൻ പണ്ഡിതയെ പോലെയുള്ള ഒരു താരത്തെ, അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല താരമാവാൻ കെൽപ്പുള്ള ഒരു താരത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും നല്ല ഇന്ത്യൻ സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഇഷാൻ പണ്ഡിത എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ജംഷഡ്പൂരിലായാലും FC ഗോവയിലായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഷാൻ പണ്ഡിതയെ വളരെ ദുരന്തമായിട്ടുള്ള അവസ്ഥയിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇഷാൻ പണ്ഡിതയെ കളിക്കളത്തിലേക്ക് ഇറക്കുന്നില്ല എന്നുള്ളത്. ഇതിനെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കിട്ടാനായിട്ട് പോകുന്നത് പരിക്കാണ് എന്നുള്ള ഒരു ഉത്തരമായിരിക്കും. സോ അദ്ദേഹം ട്രെയിനിങ് സെക്ഷനിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ പല ആഡ്സിലും വരുന്നുണ്ട്, ഇൻ്റർവ്യൂവിൽ വരുന്നുണ്ട്, ചില ഇനാഗുറേഷനായിട്ടുള്ള സ്റ്റേജ് പരിപാടിക്കൊക്കെ അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് ഇടയുണ്ട്. സോ കളിക്കളത്തിൽ മാത്രം കാണുന്നില്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിക്ക് എന്നല്ലാതെ വേറൊരു മറുപടി നമുക്ക് കിട്ടാനില്ല. പിന്നെ ഇതിനെ പറ്റിയിട്ട്, അദ്ദേഹത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ കേൾക്കാൻ സാധിച്ച ഒരു സംഭവമാണ്, ഇഞ്ചുറിയിൽ നിന്നും മുക്തനായി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇതോടുകൂടി തന്നെ നമ്മുടെ സൗരവ് മണ്ഡൽ എന്ന് പറയുന്ന താരം നമ്മുടെ ഗോകുലം കേരള FCയിലേക്ക് ചേക്കേറി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സോ അത് റിയലായിട്ടുള്ള സംഭവമാണ് എന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല ആരാധകരും പറയുന്നൊരു കാര്യമാണ്, ബ്ലാസ്റ്റേഴ്സ് തകർത്ത് കളഞ്ഞ ഒരു ലൈഫാണ് ഇഷാൻ പണ്ഡിതയുടേത് എന്നുള്ളത്. നമുക്ക് ഏതായാലും ഇഷാൻ പണ്ഡിതയുടെ ആ ഒരു കരിയർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യം മുതൽ തന്നെ ഇത് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന താരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ സ്പാനിഷ് ക്ലബ്ബുകളിൽ അത് കളിച്ച് പരിചയസമ്പത്തുള്ള ഒരു താരമാണ്. വിദേശത്ത് യൂറോപ്പിൽ പോയിട്ട് ഏകദേശം 4-5ഓളം ക്ലബ്ബുകളിൽ പന്ത് തട്ടി, അണ്ടർ 20 വരെ പല ക്ലബ്ബുകളിലേക്കും പന്ത് തട്ടിയിട്ടുള്ളൊരു താരമാണ് ഇഷാൻ പണ്ഡിത എന്ന് പറയുന്നത്. 2020-21 സീസണിലാണ് ISLലേക്ക്, ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. അന്ന് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത് FC ഗോവ എന്ന് പറയുന്ന ടീമാണ്. FC ഗോവയുടെ ആ ഒരു ജേഴ്സിയിൽ അദ്ദേഹം ആദ്യമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആ ഒരു കളിക്കളത്തിലല്ല, AFC ചാമ്പ്യൻസ് ലീഗിലാണ് അദ്ദേഹം ആദ്യമായിട്ട് FC ഗോവയ്ക്ക് വേണ്ടി പന്ത് തട്ടുന്നത്. തീർച്ചയായിട്ടും 4 മാച്ച് അദ്ദേഹത്തിന് ആ ഒരു മത്സരത്തിൽ, ആ ഒരു സീസണിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് FC ഗോവയുടെ 4 മത്സരങ്ങളിൽ മെയിൻ സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഗോളും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ISLലേക്ക് വരുമ്പോൾ ഒറ്റ മത്സരത്തിലും ഒരു സ്റ്റാർട്ടിംഗ് 11ൽ അന്നത്തെ FC ഗോവൻ നിര അദ്ദേഹത്തെ ഇറക്കിയിട്ടില്ല. അതായത് പക്ഷേ അദ്ദേഹം 4ഓളം ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് സൂപ്പർ സബ്ബായി വന്നതിന് ശേഷം ആണ് എന്ന് ഓർക്കണം. ഇതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ FC ഗോവ പ്ലേ ഓഫിലും പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി തന്നെ ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന ഈ ഇന്ത്യൻ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഉയരുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ ജംഷഡ്പൂരിലേക്ക് 2021-22 സീസണിലേക്ക് കടന്നു വരുന്നു. സോ ജംഷഡ്പൂരിൽ 3 മാച്ച് മാത്രമാണ് സ്റ്റാർട്ടിംഗ് 11 ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. അതായത് 2021-22 3 ഗോളുകളും കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 27 ഷോട്ടുകളും 12 ഷോട്ട് ഓൺ ടാർജറ്റുകളും അദ്ദേഹം അവിടെ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇതേ സീസണിൽ തന്നെ ജംഷഡ്പൂർ FC പ്ലേ ഓഫിൽ കയറുകയും അതുപോലെ അന്നത്തെ ISLൻ്റെ ഷീൽഡ് ജേതാക്കന്മാരാവുകയും ചെയ്തിരുന്നു. സോ ഈ ഒരു സമയത്ത് സൂപ്പർ സബ് എന്നുള്ള ആ ഒരു സംഭവം തെളിഞ്ഞു വരുന്ന നിമിഷമായിരുന്നു ഇഷാൻ പണ്ഡിതയുടെ കാലിൽ നിന്നും കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ 2022-23 ISL സീസണിലേക്ക് വരുന്നു. ഇവിടെയാണ് ഒരു കംപ്ലീറ്റ് സൂപ്പർ സബ്ബായിട്ടുള്ള ഇഷാൻ പണ്ഡിതയെ ഇന്ത്യൻ ഫുട്ബോൾ വീക്ഷിച്ചു തുടങ്ങുന്നത്. ഏകദേശം 2 ഗോളുകളാണ് അദ്ദേഹം സൂപ്പർ സബ്ബായിട്ട് വന്ന് നേടിയിട്ടുള്ളത്. അതോടുകൂടി തന്നെ 25ഓളം ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്, 6ഓളം ടാർജറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ജേഴ്സി വരെ പിന്നീട് അദ്ദേഹത്തിന് അണിയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. 34 മാച്ചുകളിൽ നിന്നും ഏകദേശം 5 ഗോളുകളാണ് അദ്ദേഹം ISLലും ISLൽ 2021-22ലും 22-23 സീസണുകളിൽ ജംഷഡ്പൂരിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. ഇതോടുകൂടി തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും മുകൾ വരയിലേക്ക് അദ്ദേഹം കടന്നു വരികയും ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമാണെന്ന് പലരും പറയപ്പെടുകയും ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ചും ഇഷാൻ പണ്ഡിതയെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സബ്ബായിട്ട് ഇറങ്ങുന്ന ആ ഒരു മികവ് തീർച്ചയായിട്ടും ഓരോ ISL ആരാധകനെയും കണ്ണൻ ചിമ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അങ്ങനെ 2023-24 സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ്
ബ്ലാസ്റ്റേഴ്സ് FC ഇവാൻ വുക്കമനോവിച്ചിൻ്റെ ടീമിലേക്ക് ഇഷാൻ പണ്ഡിതയെ കൊണ്ടുവരുന്നു. സ്വാഭാവികം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും സന്തോഷിച്ച ഒരു നിമിഷമായിരുന്നു. പക്ഷേ മതിമറന്ന് ആഘോഷിക്കാനായിട്ട് ഇഷാൻ പണ്ഡിതയുടെ കാലിൽ നിന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 3 മത്സരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവാൻ വുക്കമനോവിച്ച് എന്ന് പറയുന്ന നമ്മളെ കോച്ച്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഗോളും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് ടീമാണെന്ന് പ്ലേ ഓഫിൽ കയറിയിട്ടുള്ളത്. പക്ഷേ ഇഷാൻ പണ്ഡിതയുടെ വക ഒരു ഗോളോ അസിസ്റ്റോ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൽകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് മിക്കായിൽ സ്റ്റേറയുടെ ഈ ഒരു സീസൺ കടന്നു വരുന്നു. ഇതുവരെയായിട്ട് ഒരു മത്സരം പോലും ഇഷാൻ പണ്ഡിതയെ ISL കളിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ വലിയ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇഞ്ചുറി ആയിരുന്നു. സ്വാഭാവികം ഈ സീസണിൽ ഇഷാൻ പണ്ഡിതയെ പോലെയുള്ള താരങ്ങളെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രൈക്കർ, ഇന്ത്യൻ സ്ട്രൈക്കറുടെ അഭാവം നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ KP ആയാലും ഐമൻ ആയാലും അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു വിങ്ങറോ അല്ലെങ്കിൽ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു AMFO അവിടെ ഇല്ല. അപ്പോൾ ഇഷാൻ പണ്ഡിതയെ പോലെയുള്ള താരങ്ങൾ സെൻട്രൽ ഫോർവേഡ് ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പൊസിഷൻ മാറ്റി ചേഞ്ച് ചെയ്ത് നോക്കി കളിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് നമ്മളെ കോച്ച് ഒരുങ്ങിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ പരിക്ക് കാരണമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ട്രെയിനിങ് സെക്ഷനിലായിട്ടുള്ള സംഭവത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷേ ഇപ്പോഴും റിക്കവറി ആയിട്ട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമ്മൾ ഈ കരിയർ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ഗോൾ അടിച്ചിട്ടോ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ജംഷഡ്പൂരിന് വേണ്ട സമയത്ത് ഗോൾ നേടി അവരുടെ വിജയത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരു കളിക്കാരനായിരുന്നു ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന താരം. സോ നോ ഗുഡ് കരിയർ എന്ന് പറയേണ്ടി വരും. അതായത് അത്ര വലിയ രീതിക്കുള്ള ഒരു കരിയർ പടുത്തുയർത്താനായിട്ട് സാധിച്ചിട്ടില്ല. ബിക്കോസ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ നല്ല രീതിയിൽ ഒരു ഫോറിൻ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ സ്ട്രൈക്കറുടെ നല്ല രീതിയിലുള്ള റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് നമ്മുടെ ഇഷാൻ പണ്ഡിത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗോൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യൻ സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗോൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ എല്ലാവരും ISL മൊത്തമായിട്ട് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ എല്ലാ ടീമും കളിപ്പിക്കുന്നത് വിദേശ താരങ്ങളെയാണ്. കൂടുതൽ ഇന്ത്യൻ താരങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കുറച്ചൊക്കെ മികവ് പുലർത്താനായിട്ട് സാധിക്കാത്തത്. പക്ഷേ ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കിട്ടിയ ചാൻസ് മുതലാക്കുന്ന ഒരു കളിക്കാരനാണ് എന്നുള്ളത് നമുക്കറിയാം. സോ ഇഞ്ചുറികൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലും അതുപോലെ തന്നെ ജംഷഡ്പൂരിൻ്റെ അവസാനത്തെ സീസണിലൊക്കെ അദ്ദേഹത്തിന് തിളങ്ങാനായിട്ട് സാധിക്കാതിരുന്നത്. എന്തു തന്നെ വന്നാലും 26 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കളിക്കാരനാണ്. സോ കൈവിട്ട് കളയരുത്, ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമാണ്. വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു കളിക്കാരനാണ്. ഇന്ന് നമ്മൾ ഇഷാൻ പണ്ഡിതയെക്കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവാൻ വുക്കമനോവിച്ചിൻ്റെയും മിഖായിൽ സ്റ്റേറയുടെയും സീസണിലാണ്. അതായത് അദ്ദേഹം കടന്നു വന്നിരുന്ന ആ ഒരു സീസണിലാണ് ഇവർ രണ്ടുപേരും ഈ താരത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാതിരുന്നത്. ബിക്കോസ് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം അവിടെ നമുക്ക് ഒരു മെയിനായിട്ട് നമ്മുടെ ഫോറിൻ സ്ട്രൈക്കേഴ്സ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ചാൻസുകൾ പൊലിഞ്ഞു പോകുന്ന കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത്. ഒരുപാട് പേര് ഇഷാൻ പണ്ഡിതയുടെ അപ്ഡേറ്റ് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടുപോകാം. അതായിരിക്കും ബൈ.